നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കാണുമോ? എന്തൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കുന്നുണ്ടാകും. അപ്പം നിങ്ങൾ ഇനി അവരെ കാണുമോ, അല്ലെങ്കിൽ ഒരിക്കലും കാണാത്ത ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരും ആയിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അതുപോലെ നിങ്ങൾ മെസ്സേജ് റീഡ് ചെയ്യുക. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തില്ലെങ്കിൽ സോറി, ദിസ് മെസ്സേജ് ഇസ് നോട്ട് ഫോർ യു. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. എനിക്കിവിടെ കാണുന്നത് ഇത് കുറേ നാളായിട്ട് നിങ്ങൾ ഒരു കോണ്ടാക്റ്റിൽ ഇല്ലാത്ത പോലെയാണ് കാണുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ കോൺഫ്ലിക്റ്റ് കാരണം ഒരുപാട് നാളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. അതിൽ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയും കോണ്ടാക്ട് ചെയ്യാനായിട്ട്. പക്ഷെ ആ വ്യക്തി എന്തോ ഒരു നിങ്ങളുമായിട്ട് എന്തോ ഒരു തർക്കത്തിലോ ഒരു ആർഗ്യുമെന്റിലോ ആണ്. അത് കാരണമായിരുന്നു തോന്നുന്നു ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നത്. ഓക്കെ, ഈ പേഴ്സൺ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള വ്യക്തിയായിട്ടൊക്കെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ കാണിച്ച് എടുക്കാം. 9 ഓഫ് സോട്സ് റിവേഴ്സ്ഡ് ആൻഡ് 3 ഓഫ് സോട്സ്. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചാൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആകുന്നതാണ്. പക്ഷെ അവരെ എനിക്ക് കാണുന്നത് അവരുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ലവ് എന്ന കാര്യങ്ങളെ അവർക്കില്ല. ഓക്കെ, അവരവരുടെ കരിയർ ഒക്കെ ഫോക്കസ് ചെയ്താണ് അവർ പോകുന്നത്. സോ അത് മാത്രമല്ല, എനിക്കിവിടെ ഒരു ക്രഷായിട്ട് നിങ്ങളൊരു ക്രഷായിട്ട് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, അവർക്കത് അറിയത്തോലും ഇല്ല, അവരെ നിങ്ങൾ മീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്രഷിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അതുപോലെ ടാലൻറ്റിന് നല്ലപോലെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, പിന്നെ ഈ വ്യക്തിക്ക് എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഒന്നെങ്കിൽ ഒരുപാട് സിബ്ലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അവരുടെ എല്ലാം ഒരു ഒരു സോൾ ഏർണിംഗ് പേഴ്സൺ തന്നെ ഈ വ്യക്തിയായിരിക്കും. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഇവരുടെ തലയിൽ. എന്നുവെച്ചാൽ ഇവരെ എല്ലാം നോക്കണം എന്നൊക്കെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. പിന്നെ ഈ വ്യക്തി ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു ഭയങ്കര ഫിസിക്കലി ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ദ സൺ റിവേഴ്സ്ഡ് ആൻഡ് 4 ഓഫ് സോട്സ്. സോ ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ നല്ലപോലെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ഒരു ഫെയ്ത്ത് റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇതിനൊരു നിങ്ങൾക്കൊരു ഫെയ്ത്ത്, എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ബിലീഫ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് വരും, തിരിച്ചു വരും, നല്ലോണം പോകുന്നു. ആ ഒരു ബിലീഫ് അതുപോലെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മീൻസ് ഒരു ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണ് ഇവർ. ഒരു ചതിക്കോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടി നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് ചെയ്യുക, ലവിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു റീഡിങ്ങിന്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ, വിൽ യു മീറ്റ് ദിസ് പേഴ്സൺ എന്ന് വെച്ചാൽ മീറ്റ് ചെയ്യും, പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് സമയം എടുക്കും. ബിക്കോസ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. ബിക്കോസ് അവർ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലിയെ നോക്കാനും എന്തോ കാര്യം, അങ്ങനെ എന്തോ ഭയങ്കര റെസ്പോൺസിബിലിറ്റി അവരുടെ തലയിലുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ലവ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനൊന്നും അവർക്ക് നേരെയില്ല. അവരുടെ മനസ്സ് മൊത്തം ആ റെസ്പോൺസിബിലിറ്റിയിലാണ്. അപ്പോൾ അവർ കരിയറിൽ ഫോക്കസ് ചെയ്യുവാണ്. പിന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർക്ക് റിലേറ്റഡ് രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതോ, അല്ലെങ്കിൽ എന്തോ ഒരു ത്രൂ കമ്പനി അല്ലെങ്കിൽ ഒരു വർക്ക് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. രണ്ടുപേരുടെയും വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന പോലെ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകുമ്പോഴോ ആയിരിക്കും കാണുന്നത്. അങ്ങനെ എന്തോ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ 5 of swords reversed and 9 of cups. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ മീറ്റ് ചെയ്താലും നിങ്ങൾ തമ്മിൽ അറേഞ്ച് ചെയ്ത് മീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ വർക്ക് റിലേറ്റഡ് സിറ്റുവേഷൻ ആയിട്ട് ഒരു ഒരു കോയിൻസിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്.
അപ്പം എന്തെങ്കിലും ഒരു സോഷ്യൽ പാർട്ടി ഓക്കെ എന്തെങ്കിലും വർക്ക് മാത്രമല്ല കുറേ പേര് ഗ്യാദർ ചെയ്യുന്ന സ്ഥലത്ത് ലൈക്ക് സോഷ്യൽ പാർട്ടിക്ക് നിങ്ങൾ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ പാർട്ടിക്ക് ഒരുമിച്ച് ഫ്രണ്ട്സിൻ്റെ പാർട്ടിക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ എന്തോ വർക്കും ഉണ്ട് അതേസമയം ഒരു സോഷ്യൽ ഗ്യാതറിങ്ങും എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ. നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ പറ്റി മറന്നു പോലും കാണും അത്രയ്ക്ക് ആ ഒരു ടൈം എടുക്കും ആ രീതി മറന്നു പോലും ഇരിക്കുമ്പോഴായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ടൈം അല്ലെങ്കിൽ ഒരു കാര്യം അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്ന പോലെയായിട്ടാണ് കാണുന്നത് ഓക്കെ. പക്ഷെ നിങ്ങൾ ഇത്രയും ടൈം എടുത്ത് അവരെ മറന്ന സമയത്തായിരിക്കും വരുന്നതെങ്കിലും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക അവരുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാകും ഓക്കെ. ഇപ്പം നേരത്തെ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു കണക്ഷനും കാട്ടിലൊരു ഡീപ്പായിട്ടുള്ള ഒരു ലെവലിലായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഓക്കെ. സോ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവണമെന്നില്ല. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അങ്ങനെ ആയാലും നിങ്ങൾ കണ്ടു കഴിഞ്ഞു കുറേ നാളെടുക്കുമായിരിക്കും കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഭയങ്കര ഒരു നിങ്ങൾ നിങ്ങൾ ഡ്രീംസ് എല്ലാം നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം നടക്കുന്ന പോലെയാണ് കാണുന്നത് ഓക്കെ. ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആൻഡ് 10 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ്ഡ്. സോ എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ ഈ വ്യക്തിനെ മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം ഒന്നും ആയിരിക്കില്ല. എന്തായാലും മീറ്റ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾ ഒന്നിനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു ഓക്കെ. നിങ്ങൾ ഒരു ലൈഫിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആയി. ഒന്നുകിൽ നിങ്ങളൊരു ജോബ് കിട്ടി നിങ്ങൾ സക്സസ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ ജോബിൽ തന്നെ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വേറൊരു ജോബിന് പ്രൊമോഷൻ വന്ന് അങ്ങനെ സക്സസ് ആയി. അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേറൊരു സ്ഥലത്ത് പോയി എന്ന് വെച്ചാൽ നിങ്ങളുടെ ലെവൽ ഓഫ് സക്സസ് എന്താണ് അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ മാറേണ്ടി വരും. ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ ഇവരെ കണ്ടുമുട്ടുന്നത് ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്തോ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കും ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഇവരെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഓക്കെ.